പാലസ്തീൻ ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനിലെ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കമുള്ള സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന സയനിസ്റ്റ് രാജ്യത്തിന് സഹായം നൽകിയതിന്റെ പേരിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടേണ്ടി വന്ന ഫ്രഞ്ച് റിട്ടയർ ഭീമന്മാരായ കാരിഫോഴ്സിന്റെ ഗതി US ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ സ്റ്റാർബക്സിനും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിപണി വിവരങ്ങൾ നൽകുന്ന സൂചനയാണ് ഇത് വ്യക്തമാക്കുന്നത്. 3-4 മാസത്തിനുള്ളിൽ ആണ് ഒമാനിലെയും ജോർദാനിലെയും എല്ലാ കാരിഫോറിന്റെ ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയിരുന്നത്. ഇപ്പോഴിതാ ഇസ്രായേൽ അനുകൂല നിലപാടിന്റെ പേരിലുള്ള ബഹിഷ്കരണം മൂലം തങ്ങൾക്ക് വൻ നഷ്ടം സംഭവിച്ചതായി സ്റ്റാർബക്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബ്രയാൻ നിക്കോൾ സമ്മതിച്ചിരിക്കുകയാണ്. ലോകവ്യാപകമായി നടന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾ കമ്പനിയുടെ സാമ്പത്തിക നിലയെ സാരമായി തന്നെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. സ്റ്റാർബക്സിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മോശമാണെന്നും ബഹിഷ്കരണം നിർഭാഗ്യകരമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ബഹിഷ്കരണം കാരണം വിൽപ്പന കുത്തനെ ഇടിയുകയും ചെയ്തു. അറബ്, മുസ്ലിം, ആഫ്രോ രാജ്യങ്ങളിലുമാണ് കമ്പനിയിൽ കാമ്പയിൻ കാരണം വലിയ തകർച്ച സംഭവിച്ചത്. ഒരാൾ പോലും കയറാത്ത ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. തുർക്കി ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളിലും കമ്പനി നഷ്ടം നേരിടുകയും ചെയ്തു. വിൽപ്പന ഇടിഞ്ഞതോടെ ചില ബ്രാഞ്ചുകൾ പൂട്ടിക്കെട്ടി, ചിലതിൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു. ബഹിഷ്കരണ ക്യാമ്പയിൻ സ്റ്റാർബക്സിൽ ഓഹരികളുടെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്.